കുടുംബജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് തൊട്ടറിഞ്ഞ് പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി IOMF ഏറ്റെടുത്ത പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയപ്പോൾ അനേകം കുടുംബങ്ങൾക്ക് അത് ജീവിതത്തിൽ വലിയ ആശ്വാസമായി എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. ഒരു ജനതയുടെ മുഴുവൻ സ്നേഹമാർജിച്ച ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനെ കുടുംബ ഭദ്രതയുടെ സന്ദേശം നൽകുവാൻ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. കടന്നു വരൂ, നമുക്ക് ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. പരസ്പര വിശ്വാസത്തിൽ അടിത്തറ തീർത്ത് ത്യാഗത്തിൻ്റെ ഭിത്തികൾ ഉയർത്തി ക്ഷമയുടെ മേൽക്കൂര കൊണ്ട് ബന്ധിക്കാം. വിശുദ്ധിയുടെ വെൺചായം കൊണ്ട് മോടി പകർന്ന വീടിനുള്ളിൽ എന്നും പരിശുദ്ധാത്മ ഫലങ്ങൾ തിരിനാളമായി പ്രകാശിക്കട്ടെ. എളിമയുടെ അങ്കണത്തിൽ സഹനം പൂത്തൊലയുമ്പോൾ വീടിനുള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമാകട്ടെ. അഭിവന്ദ്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവർക്കും നമുക്ക് ലോകത്ത് കൈയില്ലാതെ ജനിക്കാം, കാലില്ലാതെ ജനിക്കാം, കണ്ണില്ലാതെ ജനിക്കാം. പക്ഷേ മനുഷ്യന് കുടുംബമില്ലാതെ ജനിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും പിറന്നു വീണത് ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സഭ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്, കുടുംബസഭ. ഇപ്പം ലോകം നന്നാകണമെങ്കിൽ ആദ്യം കുടുംബം നന്നാകണം, കുടുംബം നന്നാകുമ്പം ലോകം നന്നാകും എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. കുടുംബത്തിലൊക്കെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കുന്നവരുണ്ട്. 2 വാക്കുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. 1 വിവാഹം, 2 ദാമ്പത്യം. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം ചക്കാത്തിൽ ചുമക്കാൻ പറ്റാത്തത്, എളുപ്പത്തിൽ എടുക്കാൻ പറ്റാത്തത്, പിള്ളകളിയായി വഹിക്കാൻ പറ്റാത്തത്, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം. അതുകൊണ്ടാണ് ഏത് കളിതമാശ പറഞ്ഞു നടക്കുന്ന പെൺകുട്ടിയാണേലും കല്യാണം കഴിഞ്ഞ് 5-6 മാസം കഴിയുമ്പം ഇരുത്തമുള്ള പെണ്ണായിട്ട് മാറും. എത്ര വിളഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനാണേലും പെണ്ണ് കെട്ടി 3 മാസം കഴിയുമ്പം നല്ല പക്വതയും പാകതയുള്ളവനാകും. അതുകൊണ്ടാണ് അപ്പന്മാർ ആമക്കളോട് പറയാറുണ്ട്, പെണ്ണ് കെട്ടട്ടടാ നീ ശരിയായിക്കോളും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ, ശരിയാക്കപ്പെട്ട അപ്പൻ അനുഭവിച്ചിട്ട് പറയുന്നതാ, പെണ്ണ് കെട്ടടാ നീ ശരിയായിക്കോളും. തള്ളമാർ പെമ്മക്കളോട് പറയും, കെട്ടിച്ചു വിടട്ടടി നീ ഒതുങ്ങിക്കൊള്ളും. ഒതുക്കപ്പെട്ട അമ്മ അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്ന് പറയുന്നതാ, ഒതുക്കപ്പെടും. ഒരു യുവതി അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞ ചെറുക്കനെ എനിക്ക് കെട്ടാൻ മനസ്സില്ല. അമ്മ ചോദിച്ചു, അതെന്നാടി? ഓ, അവൻ പറയുന്നത് സ്വർഗവും ഇല്ല നരകവും ഇല്ല, എന്നാ പാപം വേണമെങ്കിലും ചെയ്യാം, പരിക്ക് പറ്റാതിരുന്നാൽ മതി എന്നാണ്. അമ്മ പറഞ്ഞു, പൊന്നു മോളെ, ധൈര്യമായിട്ട് നീ അവനെ തന്നെ കെട്ടിക്കൂ. നിന്നെ കെട്ടി 3 ആഴ്ച കഴിയുമ്പം നരകമുണ്ടെന്ന് അവൻ ഉറപ്പായിക്കോളും, ഇപ്പോൾ സ്വർഗമുണ്ടെന്നും അറിയാതെ വിശ്വസിച്ചോളും. അപ്പോൾ ഒട്ടും എളുപ്പമല്ലത്. അതുകൊണ്ടാണ് പറയുക, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം. എന്താണ് ദാമ്പത്യം? 2 സംസ്കൃത മൂലപദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ദാമ്പത്യം. ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ഭാര്യാഭർത്താക്കന്മാർ സ്വയം മറന്ന് ശരീരവും മനസ്സും ജീവനും സ്വത്തും ഒക്കെ ദാനം ചെയ്യണം. ഒപ്പം ദൈവം തരുന്ന കുരിശ് ഒരുമിച്ച് സഹിക്കണം. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ദേഹം ഒരുമിച്ച് പങ്കുവെച്ചു, ഒരുമിച്ച് സുഖിച്ചു, ഒരുമിച്ച് സന്തോഷിച്ചു. പക്ഷെ മൂത്തവനായ കായേൻ ഇളയവനായ ആബേലിനെ കൊന്നപ്പം 2 പേരും ഒരുമിച്ച് കരഞ്ഞു. ഒരുമിച്ച് ചിരിക്കാനും ഒരുമിച്ച് സഹിക്കാനും ഒന്നിച്ച് പടുത്തുയർത്താനും ദൈവം ഏൽപ്പിച്ചു ദാമ്പത്യം. ദാനം ചെയ്യുക, ഒന്നിച്ച് സഹിക്കുക. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല ലഹരി സന്തോഷമായിട്ട് കുടുംബജീവിതം കാണാം. പലപ്പോഴും കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ നമ്മുടെയൊക്കെ കേരളത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ ബസ്സിൻ്റെ മുൻ സീറ്റിൽ തട്ടി മുട്ടി ഒട്ടി ഉരുമി അടുത്തൊരു യാത്ര. അപ്പോൾ ഒരുമിച്ച് പോകുമ്പം കണ്ടക്ടർ വന്നിട്ട് പറയും, ടിക്കറ്റ്. ഉടനെ കെട്ടിയവൻ്റെ മറുപടി, പൊന്ന് കണ്ടക്ടറെ, ഒറ്റ ടിക്കറ്റ്. അപ്പം അവൻ കണ്ടക്ടർ ചോദിക്കും, അതന്നെ ഇനിയും ഭാര്യയ്ക്ക് 3 വയസ്സ് പൂർത്തിയായിട്ടില്ലേ? ഉടനെ ഭർത്താവിൻ്റെ മറുപടി, പൊന്ന് കണ്ടക്ടറെ, ഇങ്ങനെയൊക്കെ ഞങ്ങളെ 2ആയിട്ട് തോന്നിയാലും ഞങ്ങളെ കെട്ടിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നു, ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആകുന്നു. അപ്പോൾ ഒരുമിച്ചൊരു യാത്ര. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു ജീവിതയാത്രയിലാണ് വിവാഹം എന്നൊക്കെ പറയാം. ബസ്സിൽ ആദ്യ നാളുകളിൽ ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഭർത്താവും ഭാര്യയും തട്ടി മുട്ടി ഒട്ടി ഉരുമി അടുത്തൊരു യാത്ര. അവിടെ നിന്ന് ഗർഭിണിയായാലോ, നീ മുമ്പിലിരുന്നോടി, ഞാൻ പുറകിലുണ്ട് കേട്ടോ,
2 മക്കളായാലോ, നീ ആദ്യത്തെ വണ്ടിക്ക് പോയി, ഞാൻ അടുത്ത വണ്ടിക്ക് പോന്നേക്കാം. ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭർത്താവ് കേട്ടുകൊണ്ട് കിടക്കും. 2-ാം വർഷം കെട്ടിയവൻ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭാര്യ കേട്ടുകൊണ്ട് കിടക്കും. 3-ാം വർഷം 2 പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ ലഹരി പോയി, വീര്യം പോയെന്നാ പറയുക. അപ്പോൾ വീര്യമുള്ള ഒരു കുടുംബമായിട്ട് ദാമ്പത്യം മാറ്റുവാൻ ദൈവം വിളിക്കുക, വിശേഷമായി വിധത്തിൽ വഹിക്കേണ്ടത്. അടുത്തിടെ ഞാൻ പാലായിലൂടെ ഉച്ച കഴിഞ്ഞ് 2:30 നല്ല വെയിലത്ത് മോട്ടോർ സൈക്കിളിൽ പോവുക. ഞാനിങ്ങനെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അവൻ്റെ ഭാര്യയെ പുറകെ വെച്ച് ഉച്ച കഴിഞ്ഞ് 2:30 നല്ല സൂര്യപ്രകാശത്തിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുന്നു. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, നാട്ടിലൊരു സിഗ്നലായിട്ട്. അവൻ വണ്ടി നിർത്തി ചോദിച്ചു, എന്നാ അച്ചായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, പൊട്ടച്ചാര്, പെട്രോളിന് ഇത്രയും വിലയുള്ളപ്പോൾ ആരെങ്കിലും പകൽവെട്ടത്ത് സൂര്യപ്രകാശത്തിൽ പെട്രോൾ കത്തിച്ച് കളയോ? അവൻ അച്ഛൻ മിണ്ടാതിരിയച്ച, അപകടം പുറകിലിരിക്കുന്നു, അതാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് 2:30 വണ്ടി ഓടിക്കുക. അപ്പോൾ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിയുന്നത് ഒരു അപകടത്തിൻ്റെ ജീവിതത്തിലേക്കല്ല, ദാനം ചെയ്യാനും ഒരുമിച്ച് സഹിക്കാനും ഒന്നിച്ചായിരിക്കുവാനും ദൈവം ചേർത്ത് വെച്ച ക്രൈസ്തവ ദാമ്പത്യ ജീവിതം. അതിനെ കാരണവന്മാർ വിളിച്ചു കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാണ് പറയുക. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം ദാമ്പത്യം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലേ കിടക്കും, അത് കുടുംബജീവിതം. അപ്പോൾ ദൈവം ഒരുമിപ്പിച്ച് ചേർത്ത ദാമ്പത്യ ജീവിതം. അവിടെയാണ് ആദ്യപുരുഷനായ ആദാം ആദ്യ സ്ത്രീയായ ഹവ്വായോട് പറഞ്ഞ ലോകത്തിലെ 1-ാമത്തെ ഉടമ്പടി. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3 ഉടമ്പടികളിൽ ആരംഭിക്കുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികളാണ് കാണുക. ലോകചരിത്രത്തിലെ 1-ാമത്തെ ഉടമ്പടി ദാമ്പത്യത്തിൻ്റെ ഉടമ്പടിയാണ്, വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ് 1-ാമത്തെ ഉടമ്പടി. ഉൽപ്പത്തി 2:23 ആദ്യ ഉടമ്പടി കാണാം. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഇതാണ് 1-ാമത്തെ ഉടമ്പടി. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം, വിവാഹത്തിൻ്റെ ഉടമ്പടി. 2-ാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 8 ദൈവവും മാനവ വംശവും തമ്മിൽ നടത്തിയ 2-ാമത്തെ ഉടമ്പടിയാണ്. ഇനിമേൽ ജലപ്രളയത്തിലൂടെ ഈ ഭൂമുഖത്തെ തുടച്ചു മാറ്റില്ല എന്നതിൻ്റെ അടയാളമായി വാനവിധാനത്തിൽ ഉടമ്പടിയുടെ അടയാളമായ ഒരു മഴവില്ല് നോഹയുടെ മുമ്പിൽ വിരിയിച്ച ദൈവം. അതായിരുന്നു 2-ാമത്തെ ഉടമ്പടി. 3-ാമത്തെ ഉടമ്പടി ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ നടത്തിയ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമേ, സ്വജനത്തെയും പിതൃഭവനത്തെയും നീ ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി, ഒരു ജനതയുമായുള്ള ഉടമ്പടി, വിവാഹത്തിൻ്റെ ഉടമ്പടി. ഇപ്പോൾ 1-ാമത്തെ ഉടമ്പടിയാണ് ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറയാം, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അസ്ഥി വെറുതെ തുറന്നിരുന്നാൽ പോകുന്ന വഴിക്ക് ഭിത്തിക്കിട്ട് മുട്ടും, മരത്തിനിട്ട് തട്ടും, കല്ലേ ചെന്ന് തട്ടും, അങ്ങനെ അസ്ഥി പെട്ടെന്ന് പൊട്ടിപ്പോവും. മാംസവോ, അകത്ത് അസ്ഥിയില്ലെങ്കിൽ മാംസം തളതള കൊളവടാന്ന് കിടക്കും. ഇതാണ് മാംസത്തിൻ്റെ പ്രത്യേകത. കുടുംബത്തിൽ ഭർത്താവ് അസ്ഥിയാണ്. അവൻ തോന്നുന്ന പറയും, ക്ഷിപ്രകോപം, എടുത്തിയാട്ടും, തെറിക്കുത്തരം മുറിപ്പത്തിൽ, തട്ടുക, മുട്ടുക, പൊട്ടുക, ബഹളം വെച്ച് നടക്കുക. അപ്പോൾ ഭാര്യ എന്ന മാംസം ഭർത്താവിനെ പൊതിയണം, പൊതിഞ്ഞിട്ട് പറയണം, അപ്പനാകട്ടോ ഇത് കൂട്ട് വർത്താനം പറയല്ലേ, കെട്ടിയവനാകട്ടോ കുറേ കൂടെ സ്റ്റാൻഡേർഡ് വേണം. ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് പൊതിഞ്ഞു കൊടുക്കണം. പെണ്ണ് പ്രായമായിട്ട് വരിക കേട്ടോ, വല്ലതും കരുതിയിട്ടുണ്ടോ, ഇങ്ങനെ പുറകിൽ നിന്ന് പൊതിയണം ഭാര്യ.